പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 8 പള്ളിക്കൂദാശാകാലം 1-ാം ബുധൻ. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയും വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 25 വരെയും. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. സമൂഹത്തെ നേരായ ദിശയിൽ നയിക്കുന്നതിൽ പ്രതികരണ വേദികൾക്കും തിരുത്തൽവാദികൾക്കും ഇന്നും എന്നും ഇടമുണ്ട്. ആ ഇടങ്ങളിൽ കോപത്തേക്കാൾ ദൈവനീതിക്ക് എങ്ങനെ എത്രമാത്രം ഇടം കണ്ടെത്താമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ആദ്യ വായന. വിശുദ്ധ യാക്കോബ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു, ദൈവനീതി നമ്മിലും നമ്മിലൂടെയും സംജാതമാകണമെങ്കിൽ ആദ്യമേ എല്ലാവിധ തിന്മയും അശുദ്ധിയും ഉപേക്ഷിക്കണം. ഒപ്പം തന്നെ ഒരുക്കപ്പെട്ട ജീവിതത്തിലേക്ക് രക്ഷയുടെ വചനം വിനയപൂർവം സ്വീകരിക്കുകയും വേണം. തിന്മയുപേക്ഷിക്കാൻ നോമ്പും പരിത്യാഗവുമായി കഴിയുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്ര തന്നെ തീക്ഷ്ണത അവർ പലപ്പോഴും നന്മയാൽ നിറയപ്പെടുന്നതിനും വിശുദ്ധിയിലും സത്യത്തിലും വ്യാപരിക്കുന്നതിലും പ്രകടിപ്പിക്കാറില്ല. ഫലമോ അവന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. ഒന്നിനു പകരം 7 കുടിയിരുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. ദുഷ്ടാത്മാവിന്റെ സാന്നിധ്യം ദൈവനീതി നമ്മിൽ വെളിപ്പെടാൻ തടസ്സമാണെന്ന് തിരിച്ചറിയാം. അത്തരത്തിലുള്ള സാഹചര്യത്തെ ഇന്നത്തെ സുവിശേഷ വായനയിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. സത്യാത്മാവിനാലല്ല, ദുഷ്ടാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവൻ ശവക്കല്ലറകൾക്കിടയിൽ നഗ്നനായി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്നു. തന്നെ തന്നെയും മറ്റുള്ളവരെയും ഉപദ്രവിച്ചും അവൻ കഴിഞ്ഞുകൂടുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ ശക്തി അവനിലേക്ക് അനർഘളമായി ഒഴുകിയെത്തിയപ്പോഴോ അവൻ പിശാചിൽ നിന്ന് സ്വതന്ത്രനാകുകയും സുബോധമുള്ളവനായി തീരുകയും ചെയ്തു. തിന്മയിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും എന്നേക്കുമായി വിടുതൽ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവവചനത്തെ, ജീവദായകവും രക്ഷാദായകവുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കാൻ തയ്യാറാവണം. അത് സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. അനുദിനം ഈ വചനത്താൽ നിറയപ്പെടാനും ആത്മാവിന്റെ ഈ വാളെടുത്ത് സാത്താനോട് നിരന്തരം ധീരമായി പോരാടുവാനുള്ള കൃപയ്ക്കായി വചനം മാംസം ധരിച്ചവന്റെ ഈ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.